إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗരവരൂപത്തിൽ വസിയത്ത് നൽകുകയാണ്. മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരത്തെക്കുറിച്ച് അടിക്കടി ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ചിലപ്പോഴെങ്കിലും അതിൻ്റെ ഗൗരവം
മറന്നു പോകുന്നതിൽ നിന്ന് നമ്മെ തടയുന്നതാണ്. ഒരാൾ മുസ്ലിമാണ് എന്ന് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അടയാളവും കൂടിയാണ് അവൻ കൃത്യമായി നമസ്കരിക്കുന്നവനാണോ എന്നുള്ളത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അത് ഉപേക്ഷ വരുത്തുന്നവൻ്റെ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചർച്ചകൾ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരമെന്ന ആ ആശയത്തെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാർ, അതുപോലെ തന്നെ സ്ഥിരമായി നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകൾ, ഇവർക്ക് ഇസ്ലാമിക ലോകത്ത് മുർത്തദ്ദിൻ്റെ ശിക്ഷയാണ് നൽകേണ്ടത് എന്നും മതത്തിൽ നിന്ന് പുറത്തായ ഒരു മനുഷ്യൻ്റെ ശിക്ഷയാണ് ഇസ്ലാമിക ലോകത്ത് നൽകേണ്ടത് എന്നും, മുസ്ലിമീങ്ങളെ സംസ്കരിക്കുന്ന മറമാടുന്ന ഖബർസ്ഥാനിൽ പോലും നമസ്കാരത്തെ തള്ളിപ്പറയുകയോ സ്ഥിരമായി നമസ്കരിക്കാത്ത മനുഷ്യന്മാരെ, ആ നിലക്കുള്ള സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യന്മാരെയോ മറമാടരുത് എന്ന് വേണ്ട അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടിയോ മർഹമത്തിന് വേണ്ടിയോ പോലും പ്രാർത്ഥിക്കരുത് എന്നുമുള്ള ചർച്ചകളൊക്കെ, ഗൗരവമേറിയ ചർച്ചകൾ ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാൻ കാരണം? അത്രക്കും സ്ഥാനമാണ് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് നമസ്കാരത്തിന് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സ്വഭാവത്തിൽ പ്രവാചകനും സ്വഹാബത്തും ഈ നമസ്കാരത്തെ കണ്ടിരുന്നു, അടിക്കടി ഉപദേശിച്ചിരുന്നു, മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ടായിരുന്നു. ഒരാൾ കാഫിറാണോ മുസ്ലിമാണോ എന്ന് നേർക്കുനേരെ നമ്മൾ വിലയിരുത്തുന്ന മർമ്മപ്രധാനമായിട്ടുള്ളൊരു കർമ്മമാണ് നമസ്കാരം. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ. മുസ്ലിമീങ്ങളായ നമുക്കും കാഫിറുകളായ മറ്റുള്ളവർക്കും ഇടയിലുള്ള അതിർവരമ്പ്, വ്യത്യാസം എന്നുള്ളത് അത് നമസ്കാരമാണ്. ആ നമസ്കാരത്തെ ഫമൻ തറക്കഹ ഫഖദ് കഫറ, ആരെങ്കിലും ഉപേക്ഷ വരുത്തിയാൽ, കൃത്യമായി നേരെ ചൊവ്വേ നമസ്കരിക്കാതെ അതിന് ഉപേക്ഷ വരുത്തിയാൽ ഫഖദ് കഫറ, അവൻ ചെയ്യുന്നത് കുഫറാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഗൗരവം ഒന്നുകൂടി അവിടുന്ന് പഠിപ്പിച്ചു. മല്ലം യുഹാഫിസ് അലൈഹ, നമസ്കാരം ഒരു മനുഷ്യൻ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നില്ല, മുറപ്രകാരം നിർവഹിക്കുന്നില്ല, ഓരോ നമസ്കാരവും കൃത്യമായി കാത്തു സൂക്ഷിക്കാതെയാണ് ആ മനുഷ്യൻ മരണപ്പെടുന്നത് എങ്കിൽ ലം തകുൽ ലഹു നൂറൻ വല നജാതൻ വല ബുർഹാന, ആ മനുഷ്യന് ഇഹലോകത്തും അതുപോലെ തന്നെ പരലോകത്തും നൂറുണ്ടായിരിക്കുകയില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ നൂർ പ്രകാശം അവൻക്കുണ്ടായിരിക്കുകയില്ല. വല നജാതൻ, ഇഹലോകത്തും പരലോകത്തും രക്ഷയും ഉണ്ടാവുകയില്ല. വല ബുർഹാനൻ, ഒരു ന്യായ പ്രമാണവും അള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും ആ മനുഷ്യനുണ്ടാവുകയില്ല, കാരണം ബോധിപ്പിക്കാനും ഉണ്ടാവുകയില്ല. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വകാന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ, പുനരുത്ഥാന നാളിൽ ഈ മനുഷ്യനെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആരുടെ കൂടെയാണ്? മഅ ഖാറൂൻ, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കളായ ഖാറൂനിന്റെയും ഫിർഔനിന്റെയും ഹാമാനിന്റെയും നബിയുടെ കയ്യാൽ വധിക്കപ്പെട്ട ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെയാണ് നാളെ ഈ മനുഷ്യന്മാർ ഖിയാമത്ത് നാളിൽ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിഷയത്തിന്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഫാത്തിന് കാരണമായ, രക്തസാക്ഷിത്വത്തിന് കാരണമായ കുത്തേറ്റ് കിടക്കുമ്പോ അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞൊരു വാക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ ലാ സ്വലാത ലഹു. നമസ്കാരമില്ലാത്ത ഒരു മനുഷ്യന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, യാതൊരു പങ്കുമില്ല, യാതൊരു ഓഹരിയുമില്ല. അവന്റെ നാമം, അവന്റെ പേര് മുസ്ലിമിന്റെ പേരാണെങ്കിലും ശരി. നമസ്കാരമില്ലാത്ത ഒരു മനുഷ്യനാണോ അവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അദ്ദേഹം അത് പറയുന്ന സാഹചര്യവും കൂടി സന്ദർഭവും കൂടി നമ്മൾ മനസ്സിലാക്കണം. വേദന കൊണ്ട് പുളയുന്ന, വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. തീർന്നോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ
വഫാത്തിനും തൊട്ടു മുമ്പ് ഈ ഉമ്മത്തിന് നടത്തിയ, ഈ ഉമ്മത്തിന് വേണ്ടി നൽകിയ ഒരുപാട് ഉപദേശങ്ങളുണ്ട്, വസീയത്തുകളുണ്ട്. ആ വസീയത്തിന്റെ കൂട്ടത്തിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയം, ഒരു വസീയത്ത്, നമസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവരുടെയും വിഷയത്തിൽ നിങ്ങൾ ജാഗരൂകരാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ഈ നമസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വലാഹ്. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുക ഈ നമസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സ്വലഹത്, ആ നമസ്കാരത്തിന്റെ വിഷയം ക്ലിയർ ആണ് എങ്കിൽ സ്വലഹ സായിറു അമലിഹി, അവന്റെ മറ്റു അമലുകളും സ്വഹിയായി തീരും, ശരിയായി തീരും. എന്നിട്ടോ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ഫസദത്, നമസ്കാരത്തിന്റെ വിഷയം ക്ലിയർ അല്ല, അതിൽ ചില ന്യൂനതകളുണ്ട്, ഫസദ സായിറു അമലിഹി, മറ്റുള്ള വിഷയവും സൂക്ഷിക്കേണ്ടതുണ്ട്. പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അവൻ പരലോകത്ത്. വിരൽ കടിക്കേണ്ടി വരും, നഖം കടിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും നാളെ പരലോകത്ത്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഇഹലോകത്ത് വെച്ച് വല്ല അമാന്തവും കാണിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ഉപേക്ഷ വരുത്തിയിട്ടുണ്ട് എങ്കിൽ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ പിടികൂടുമെന്നാണ് നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത്രത്തോളം ഇതിന്റെ ഗൗരവം നമുക്കറിയാമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് ആ നമസ്കാരത്തെ ഉപേക്ഷ വരുത്തരുത്. അറിഞ്ഞുകൊണ്ട് ആ നമസ്കാരത്തെ ഉപേക്ഷിക്കരുത്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കാനേ പാടില്ല. ഇത് ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാനും കാരണം ഇത് തന്നെയാണ്. അത്രക്കും മഹത്വമാണ്, അത്രക്കും സ്ഥാനമാണ്, അത് ഉപേക്ഷ വരുത്തുന്നതിന്റെ ഗൗരവം അത്രക്കുമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, സമയബന്ധിതമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇത്രയും ഗൗരവമുള്ള ഈ നമസ്കാരം നമസ്കരിക്കുന്നതിലൂടെ, നിർവഹിക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കാനുള്ളത്? ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില നേട്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന്, നമസ്കാരം തിന്മകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും എന്നുള്ളതാണ്. യഥാർത്ഥ നമസ്കാരക്കാരനെ ആ നമസ്കാരം സകലമാന തിന്മകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. അങ്ങനെയാകണം നമ്മുടെ നമസ്കാരം. ഖുശൂഅോട് കൂടിയുള്ള നമസ്കാരമാണെങ്കിൽ, ആത്മാർത്ഥതയോട് കൂടിയുള്ള നമസ്കാരമാണെങ്കിൽ, പിന്നീട് തിന്മയുടെ മേഖലകളിൽ ആ യഥാർത്ഥ നമസ്കാരക്കാരന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് തൻഹാ, നമസ്കാരക്കാരനെ തടയുന്നതാണ്, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും ആ നമസ്കാരം അവനെ തടയും. നമസ്കരിക്കുന്ന ആള് പിന്നെ ഹറാമ് ചെയ്യാനുണ്ടാവുകയില്ല. എന്നാൽ നമസ്കരിച്ചിട്ടും ഹറാമിന്റെ മേഖലയിൽ നമ്മുടെ സാന്നിധ്യമുണ്ടോ? നമസ്കാരത്തിന് എന്തോ തകരാറുണ്ട്. അല്ലെങ്കിൽ ഖുശൂഅോടുകൂടി നമ്മൾ നമസ്കരിച്ചിട്ടില്ല. നമസ്കാരത്തിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമസ്കാരക്കാരൻ പലിശ വാങ്ങുന്നുണ്ട്, അസംഭവ്യമാണ്, നടക്കേണ്ടതല്ലാത്തതാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമസ്കാരക്കാരൻ മദ്യപിക്കുന്നുണ്ട്, നമസ്കാരക്കാരൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, നമസ്കരിക്കുന്ന മനുഷ്യൻ വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അവന്റെ സാന്നിധ്യമുണ്ട്, അശ്ലീലം കാണുന്നുണ്ട്, പറയുന്നുണ്ട്, കളവ് പറയുന്നുണ്ട്, കള്ളത്തരം നടത്തുന്നുണ്ട്, കച്ചവടത്തിൽ പൂഴ്ത്തിവെപ്പ് നടത്തുന്നുണ്ട്, മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നുണ്ട്, പലിശയുടെ മേഖലയിൽ അവനുണ്ട്. ഏഷണയും പരദൂഷണവുമായി നാവ് കൊണ്ട് എന്തൊക്കെ ദുഷ്പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമോ ആ മേഖലയിലൊക്കെ അവനുണ്ട്. എങ്കിൽ അവന്റെ നമസ്കാരത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ അവൻ കൃത്യമായി നമസ്കരിക്കാത്തവനാണ്, ഇടക്കിടക്ക് മാത്രം നമസ്കരിക്കുന്നവനാണ്, നമസ്കാരത്തിൽ ഖുശൂഅോടുകൂടി നമസ്കരിക്കാത്തവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, കുടുംബവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, സാമൂഹികമായിട്ടുള്ള മേഖലകളിൽ, വ്യക്തിപരമായിട്ടുള്ള മേഖലയിൽ, സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളിൽ
ഹറാമുകൾ പ്രവർത്തിക്കുന്ന ഒരു നമസ്കാരക്കാരനായി മാറരുത് നാം. അതാണ് നമസ്കാരം കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ നേട്ടം. സകലമാന തിന്മകളിൽ നിന്നും മാറി നിൽക്കണം. അങ്ങനെയാണ്, ആ ഒരു അർത്ഥത്തിലാണ് ഇസ്ലാം നമസ്കാരത്തെ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ നേട്ടം അതാണ്. തിന്മകളിൽ നിന്ന് നമസ്കാരം നമ്മെ തടയുന്നതാണ്. രണ്ടാമത്തത്, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ, ഷഹാദത്ത് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള അമൽ നമസ്കാരമാണ്. ഒരു നമസ്കാരക്കാരൻ പ്രവർത്തിക്കുന്നത്, ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ കർമ്മ നമസ്കാരമാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ, മുസ്ലിമായതിനു ശേഷം, മുഅ്മിനായതിനു ശേഷം ആ മനുഷ്യൻ നിർവഹിക്കുന്ന ഏറ്റവും അഫ്ളലായ കർമ്മ നമസ്കാരമാണ്. ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ കർമ്മ നമസ്കാരമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയം കൃത്യമായി നമുക്കറിയാം. ആ നമസ്കാരങ്ങളുടെ സമയത്ത് തന്നെ, ആദ്യ വഖത്തിൽ തന്നെ അത് നമസ്കരിക്കലാണ്. ആ നമസ്കാരം, അങ്ങനെയുള്ള നമസ്കാരമാണ് ഏറ്റവും അഫ്ളലായ നമസ്കാരം എന്നാണ്. പലപ്പോഴും ഈ വിഷയത്തിലൊക്കെ നമുക്ക് പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. അസ്ർ നമസ്കാരം സ്ഥിരമായി മഗ്രിബിന്റെ മുമ്പിൽ, മഗ്രിബാകുന്നതിന്റെ തൊട്ട് മുമ്പായി നമസ്കരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ അശ്രദ്ധ മൂലം, ഉദുറുണ്ടായിക്കൊണ്ടല്ല, അശ്രദ്ധ മൂലം, അങ്ങനെയൊക്കെ മതി. സുബഹി നമസ്കാരം എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫത്വയും കണ്ടുപിടിച്ചിട്ട്, ന്യായങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഉണരുമ്പോൾ നമസ്കരിച്ചാൽ മതി എന്ന് പണ്ട് അവനോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അതിനൊരു സമയമുണ്ട്. സുബഹി നമസ്കാരം നിർവഹിക്കേണ്ട സമയം അറിയാത്തവരാരാണ് ഇന്നുള്ളത്. ഓരോ നമസ്കാരത്തിന്റെയും സമയം അറിയാനുള്ള എത്രയെത്ര മാർഗങ്ങൾ നമുക്കുണ്ട്. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതെ ഒന്നുകിൽ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നമസ്കാരത്തെ ഒഴിവാക്കുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും കോഴി കൊത്തുന്നത് പോലെ, പക്ഷികൾ കൊത്തുന്നത് പോലെ സുജൂദുകളും റുക്കൂഉകളൊന്നും തുമഅനീനത്തോടു കൂടി നിർവഹിക്കാതെ, സാവധാനത്തോടു കൂടി നിർവഹിക്കാതെ ആർക്കോ വേണ്ടി കടമകൾ കഴിച്ചു കൂട്ടുന്ന പല മനുഷ്യന്മാരുമുണ്ട്. അതല്ല അഫ്ളലായ കർമ്മം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്വലാത്തു ലിവഖ്തിഹാ, അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. യാത്ര പോലുള്ള, രോഗം പോലുള്ള കാരണങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് നാട്ടിലുണ്ടായിട്ട്, ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്ത് വീട്ടിലുണ്ടായിട്ട്, ആ ബാങ്ക് കേട്ടിട്ടുകൂടി, നമ്മുടെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് പള്ളി ഉണ്ടായിട്ട് കൂടി, അവിടെ കൃത്യമായി ജമാഅത്ത് നടക്കുന്നത് അറിയുന്നതായിട്ട് കൂടി ആ നമസ്കാരത്തിലും ആ ജമാഅത്തിലും പങ്കെടുക്കാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചാണ് പറയുന്നത്. മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ നമസ്കാരത്തിന്റെ വിളിയാളം കേൾക്കുന്നുണ്ടോ? അതസ്മഉ നിദാഅ, ബാങ്ക് കേൾക്കാറുണ്ടോ? എങ്കിൽ നീ അതിന് ഉത്തരം പറയണം. പള്ളിയിലെത്തി ജമാഅത്തായിട്ട് നമസ്കരിക്കണം. പുരുഷന്മാരായ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അതുകൊണ്ട് നമസ്കാരത്തിനുള്ള രണ്ടാമത്തെ നേട്ടം, ഷഹാദത്ത് കഴിഞ്ഞാൽ അഫ്ളലായ ഏറ്റവും കർമ്മമാണ് നമസ്കാരം എന്നുള്ളതാണ്. മൂന്നാമത്തെ നേട്ടം, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ചെറുതും വലുതുമായി എത്രയെത്ര പാപങ്ങളാണ് ദിവസേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്സലവാത്തുൽ ഖംസു, 5 നേരത്തെ നമസ്കാരങ്ങൾ, വൽ ജുമുഅതു ഇലൽ ജുമുഅ, 2 ജുമുഅകൾ, ഒരു ജുമുഅ കഴിഞ്ഞ് അടുത്ത ജുമുഅ വരെയുള്ള സമയം, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരെ അതിനിടയ്ക്കുള്ള സമയങ്ങളുണ്ടല്ലോ,
മുകഫിറാത്തും മാ ബൈനഹുന്ന ഇദ ജ്തനബൽ കബായിർ. വൻപാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ 2 റമളാനുകൾ, അതുപോലെ തന്നെ 2 ജുമുഅകൾ, 5 നേരത്തെ നമസ്കാരങ്ങൾ, ഇതൊക്കെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഒരു റമളാൻ കഴിഞ്ഞിട്ട് അടുത്ത റമളാൻ വരുമ്പോൾ ആ 2 റമളാനിലും നമ്മൾ ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ആ റമളാനിൽ നമുക്ക് ചെയ്യാനും സാധിച്ചു. അതുപോലെ തന്നെ ഒരു ജുമുഅ കഴിഞ്ഞ് അടുത്ത ജുമുഅ വരുന്നു, ആ 2 ജുമുഅയിലും കൃത്യമായി നമ്മൾ പങ്കെടുത്തു. ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിച്ചു, 2 നമസ്കാരങ്ങൾ നിർവഹിച്ചു. അതുപോലെ തന്നെ 5 വഖ്ത് നമസ്കാരവും കൃത്യമായി ജമാഅത്തോടു കൂടി തന്നെ നിർവഹിച്ചു. അങ്ങനെയാണെങ്കിൽ മുകഫിറാത്തും മാ ബൈനഹുന്ന ഇദ ജ്തനബൽ കബായിർ, 2 നമസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ, ആ 2 നമസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ ആ 2 നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ പൊറുക്കപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ സംവിധാനിച്ചു തന്നിട്ടുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 1, തിന്മകളിൽ നിന്ന് നമ്മെ തടയുന്നതാണ് നമസ്കാരം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ കർമ്മമാണ് നമസ്കാരം. 3-മത്തത് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി നമസ്കരിക്കുന്ന, അത് തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതിനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു നമസ്കാരക്കാരൻ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചുമാണ് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. 4-മത്തെ ഒരു നേട്ടം, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാകുന്ന നൂറ് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യന്മാർക്കുണ്ടാകുമെന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ദുൽമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. നമസ്കരിക്കുന്ന ആളുകൾക്ക്, ഇരുട്ടിലും പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. എന്താണ് അവർക്കുള്ള പ്രത്യേകത? ബിന്നൂരി താമി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ സമ്പൂർണമായിട്ടുള്ള പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ് എന്ന്. എത്ര പ്രയാസമുണ്ടായാലും ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ഇരുട്ടിൽ പോലും നടന്നു പോകുന്ന മനുഷ്യന്മാർക്ക്, ഇശാ നമസ്കാരത്തിനായാലും ഫജ്ർ നമസ്കാരത്തിനായാലും പ്രയാസപ്പെട്ടുകൊണ്ട് മഴയെ വകവെക്കാതെ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും വകവെക്കാതെ, ഇരുട്ടിനെ വകവെക്കാതെ അവർ പള്ളിയിലേക്ക് നടന്നു പോകുന്നുണ്ട് എങ്കിൽ മുനാഫിക്കീങ്ങൾക്ക് ലഭിക്കാത്ത, കാഫിറുകൾക്ക് ലഭിക്കാത്ത, മുശ്രിക്കീങ്ങൾക്ക് ലഭിക്കാത്ത പ്രത്യേകമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാളെ അവർക്ക്, ആ നൂറ് പ്രകാശം അവർക്ക് ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് വീണ്ടും പഠിപ്പിച്ചു, മൻ ഹാഫള അലൈഹ. അവിടെയൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന പദപ്രയോഗം നോക്കണം. മൻ ഹാഫള അലൈഹ, എപ്പോഴെങ്കിലും നമസ്കരിക്കുന്ന ആളുകൾക്കല്ല, തോന്നുമ്പോൾ നമസ്കരിക്കുന്ന ആളുകൾക്കല്ല. മൻ ഹാഫള അലൈഹ, ആ നമസ്കാരം മുറപ്രകാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക്. ഫജ്റുണ്ട്, ളുഹറില്ല, ളുഹറുണ്ട്, അസറില്ല. 5 നേരത്തെ നമസ്കാരത്തിന് പകരം 4 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നു. പലപ്പോഴും നമസ്കരിക്കാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്കല്ല. മൻ ഹാഫള അലൈഹ, ആരാണോ ആ നമസ്കാരത്തെ കൃത്യമായി സൂക്ഷിക്കുന്ന മനുഷ്യന്മാർ, കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ,
നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ഫിർഔനിന്റെയും ഖാറൂനിന്റെയും ഹാമാനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെയാണെന്ന് പറഞ്ഞല്ലോ. ആ ഹദീസിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു, ആരെങ്കിലും ആ നമസ്കാരം സൂക്ഷിക്കുകയാണെങ്കിൽ അവൻക്ക് നാളെ നൂറുണ്ട്, നജാത്തുണ്ട്, ബുർഹാനുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹിന്റെ മുന്നിൽ ഉദ്ർ ബോധിപ്പിക്കാനുണ്ട്. കാരണമുണ്ട്, അവൻക്ക് പ്രകാശമുണ്ട്, രക്ഷയുണ്ട്, അള്ളാഹിന്റെ മുന്നിൽ രക്ഷയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നു. തീർന്നോ? പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുന്നു, ആരാണോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹിന്റെ പള്ളിയിലേക്ക് നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി നടന്നു പോയാൽ, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, പ്രഭാതത്തിലും പ്രദോഷത്തിലും 5 വഖത്ത് നമസ്കാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ 5 വഖത്ത് നമസ്കാരം ലക്ഷ്യമായി കൊണ്ട് നടന്നു പോയാൽ, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ, അവൻ രാവിലെ പോകുമ്പോഴും പ്രദോഷത്തിൽ പോകുമ്പോഴുമൊക്കെ അള്ളാഹു നാളെ സ്വർഗത്തിൽ അവൻക്ക് വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വല്ലാതെ മോഹിപ്പിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരത്തിലുള്ള മനുഷ്യന്മാർക്ക് നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ അള്ളാഹു വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമസ്കാരം കൊണ്ട് ഒരു വിശ്വാസിക്ക്, ഒരു വിശ്വാസിനിക്ക് നേടാനുള്ള നേട്ടങ്ങളാണ്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുക, അതുകൊണ്ടുള്ള നേട്ടം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ ഖുത്ബയിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാളെ നൂറും നജാത്തും ബുർഹാനും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമസ്കാരക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആ നമസ്കാരക്കാരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാർ, വിശ്വാസികൾ, മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹുവേ, ഇസ്സത്തോടുകൂടി അമ്നോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് അവർക്കേവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും രോഗങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ശിഫായിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് അവരുടെ കടങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.